നമസ്കാരം. ഹമാസിനെതിരായ രൂക്ഷമായ കരസേന ആക്രമണത്തിനിടെ അത്തരത്തിലുള്ള പോരാട്ടങ്ങൾക്കൊക്കെ സാക്ഷ്യം വഹിച്ച ഗാസ സിറ്റിയിലെ ഷജയ്യ മേഖലയ്ക്ക് മേൽ ഇസ്രായേൽ പൂർണ്ണ ആധിപത്യം സ്ഥാപിച്ചു എന്ന് അറിയിച്ചിരിക്കുകയാണ് ഇസ്രായേൽ പ്രതിരോധ സേന. എന്തായാലും ഷജയ്യയിൽ ഹമാസിന്റെ പ്രധാനപ്പെട്ട ശക്തി കേന്ദ്രങ്ങൾ ഇസ്രായേൽ സേനയുടെ 36-ാം ഡിവിഷൻ തകർത്തതായി കൂടി IDF പുറത്തിറക്കിയ ഈ ഒരു വാർത്താക്കുറിപ്പിൽ പറയുന്നുണ്ട്. ഹമാസിന്റെ സൗകര്യങ്ങൾ നശിപ്പിക്കാനും അവർ ഇപ്പോഴും അവിടെ ഒളിച്ചിരിക്കുന്ന തീവ്രവാദികളെ ഉന്മൂലനം ചെയ്യാനും വേണ്ടി മാത്രമായി തങ്ങളുടെ പ്രവർത്തനങ്ങൾ ആ മേഖലയിൽ ചുരുക്കിയിട്ടുണ്ട് എന്നുകൂടി ഇസ്രായേൽ പ്രതിരോധ സേന അറിയിക്കുന്നു. ഗാസ സിറ്റിയിലെ ഏറ്റവും അധികം പ്രാധാന്യമുള്ള ഒരു പ്രദേശമാണ് ഈ ഷജയ്യ എന്ന് പറയുന്നത്. ഇതൊരു അതിർത്തി പ്രദേശം കൂടിയാണ്. 100 കണക്കിന് വർഷങ്ങളായി പരക്കെ അംഗീകരിക്കപ്പെടുന്ന ഒരു കാര്യമുണ്ട്. അതായത് ഈ ഷജയ്യ സിറ്റിയുടെ ഒരു സൈനിക പ്രാധാന്യം. ഷജയ്യയിൽ സ്ഥിതി ചെയ്യുന്നതും ഗാസയിലേക്ക് കടക്കാനുള്ള കവാടമായി കണക്കാക്കപ്പെടുന്നതുമായ ഏറ്റവും പ്രധാനമായ അല്ലെങ്കിൽ തന്ത്രപ്രധാനമായ ഒരു കുന്നാണ് ടെൽ അൽ മുന്ദർ എന്ന് പറയുന്നത്. അൽ മുന്ദർ ഹിൽ കീഴടക്കുന്ന ആളുകൾക്ക് ഗാസ നഗരത്തിന്റെ പൂർണ്ണമായ നിയന്ത്രണം നേടിയെടുക്കാൻ സാധിക്കുമെന്നുകൂടി പറയുന്നുണ്ട്. കാരണം ഈ കുന്നിൻ മുകളിൽ നിന്നാൽ പൂർണ്ണമായും ആ നഗരത്തിന്റെ ദൃശ്യങ്ങൾ ലഭ്യമാകും. സൈനിക നടപടികൾക്കും മറ്റും അത്തരത്തിലുള്ള ഒരു സൗകര്യം വളരെ അത്യാവശ്യവുമാണ്. അതുകൊണ്ട് തന്നെയാണ് ഇസ്രായേൽ പ്രതിരോധ സേന ഈ ഷജയ്യ എന്ന പ്രദേശത്തെ ലക്ഷ്യം വെച്ചുകൊണ്ട് ഏറെ ദിവസങ്ങളായി അവരുടെ ആക്രമണങ്ങൾ കനപ്പിച്ചുകൊണ്ടിരുന്നതും. തന്ത്രപ്രധാനമായ മേൽക്കോയ്മ ഉള്ളതുകൊണ്ട് തന്നെ ഈ പ്രദേശത്തിന്റെ ഒരു പ്രാധാന്യം വളരെ വലുതുമാണ്. ഷജയ്യ പിടിച്ചെടുക്കുവാനുള്ള പോരാട്ടം ഒട്ടും എളുപ്പമുള്ളതായിരുന്നില്ല എന്നുകൂടി ഇസ്രായേലിന്റെ സൈന്യം വ്യക്തമാക്കുന്നുണ്ട്. മാത്രമല്ല ഈ പോരാട്ടത്തിനിടയിൽ വെടിയുതിർക്കുകയും സ്ഫോടക വസ്തുക്കൾ പ്രയോഗിക്കുകയും ചെയ്ത നിരവധി ഹമാസിന്റെ ഭീകരരെ വധിച്ചതായി കൂടി ഇസ്രായേൽ സൈന്യം പറയുന്നു. ഹമാസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായ ആക്രമണത്തിൽ പ്രത്യാക്രമണം നടത്തവേ 2 മുതിർന്ന ഉദ്യോഗസ്ഥരടക്കം 9 ഇസ്രായേലി സൈനികരും കൊല്ലപ്പെട്ടു എന്നുകൂടി ഇസ്രായേൽ പ്രതിരോധ സേന വ്യക്തമാക്കിയിട്ടുണ്ട്. അങ്ങനെ ഒരു പൂർണ്ണ ആധിപത്യം തന്നെ ഇസ്രായേൽ സേനയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഗാസയിൽ ഇനി അവശേഷിക്കുന്ന പ്രദേശങ്ങളിൽ നിന്നുകൂടി ഹമാസിന്റെ ഭീകരരെ തങ്ങൾ ഉന്മൂലനം ചെയ്യുമെന്നും ഏറ്റവും ഒടുവിൽ ഈ പൂർണ്ണമായും ഇവരെ ഇല്ലാതാക്കിയതിനു ശേഷം യുദ്ധത്തിനൊരു അന്ത്യം ഉണ്ടാകും എന്നുള്ള സൂചന കൂടി ഇതിലൂടെ ഇസ്രായേൽ ലോകത്തോട് പങ്കുവെക്കുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.